സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് ഇതാ പോകാനുള്ള സോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇതെനിക്ക് ഇനി എന്തൊക്കെയാണ് പർച്ചേസ്, ഇനി എന്തൊക്കെയാണ് വേണ്ടി പറ. ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഈ കോസ്മെറ്റിക്സ്, നമുക്ക് പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് മാത്രം മതിയല്ലോ അല്ലേ. വേഗം പോക്കറ്റ് കാലിയ വന്ന ഐറ്റംസ് അല്ല നിനക്ക് വേണ്ടത്. എന്തായാലും സോപ്പ് ഒരെണ്ണം കിട്ടിയുള്ളൂ. ശരി, അത് സെലക്ട് ചെയ്ത് എടുക്ക്, ബാക്കി സാധനങ്ങളൊക്കെ എടുക്ക്. പിന്നെ നമുക്ക് അതുപോലെ സ്കോഷ് വാങ്ങണ്ടേ. അടിച്ചു നോക്ക്, മേലേക്കേ വരട്ടാ, കണ്ണിക്കാവണ്ട. അത് പൊളിച്ചിട്ടില്ല. ശരി, അതെടുത്തോ, അതിങ്ങ് ഒന്നെടുക്കും കേട്ടോ. ഇതെന്താ എടുത്ത് ചവിട്ട ഒന്ന് വേണം, എടുത്തോ. എന്തായി പാക്കിങ്? സ്വന്തങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക എന്തൊക്കെ പാക്കിങ് എന്നുള്ളത്. ഫുൾ ലോഡ് ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. പിന്നെ എന്റെ ഷോക്കേസ് മൊത്തം കാലിയാക്കിയാ. ലാപ്ടോപ്പ് വർക്ക് ചെയ്യാനുള്ളത്. ശരി, അതെന്തൊക്കെയാ സാധനങ്ങള്? ഇത് പ്രോട്ടീൻ പൗഡർ 2 അഡീഷണൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ഡെയിലി പാലിൽ കലക്കി കുടിക്കാനുള്ളത് അല്ലേ. അതിൻ്റെ കീബോർഡും മൗസൊക്കെ ഉണ്ട്. ബാഗ് നിറച്ചു. നിങ്ങൾ വരുമല്ലോ, പിന്നെ അതിന് കുറച്ച് ഡ്രസ്സുകളൊക്കെ അപ്പൊ ഞാൻ അതിന് വേറെ ട്രോളിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വരുമ്പോ കൊണ്ടുവന്നത്. പിന്നെ എന്റെ ഹോസ്പിറ്റൽ ഫയല് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ നാളെ രാവിലെ മോർണിംഗ് എന്നെ വിട്ട് പിരിയാൻ പോവാണ്. എന്നെ വിട്ട് എന്താണ് പാക്കിങ്ങാ? അയ്യോ, ടാസ്ക് വന്നിട്ടേ. എനിക്ക് അറിയില്ല. ഞാൻ കാണിച്ചു തരാം, അതുപോലെ എനിക്ക് ഇട്ടാൽ മതി. ഞാൻ നല്ലപോലെ വരയ്ക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ ആളല്ലേ. എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് ഇപ്പൊ ഇട്ടൊന്നാണ്. ശരി, ഓക്കെ. ആ ടാസ്ക് ഞാൻ ഏറ്റെടുത്തു. കൈ കാണിക്കൂ. അതിന്റെ ബാക്കിലുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, താജ്മഹൽ പണിയാൻ നോക്കാം നമുക്ക്. ഒരു വേല കൊടുത്തിരിക്ക. അവൾക്ക് കയ്യിൽ കുഞ്ഞിക്കാല് വേണത്ര, കുഞ്ഞിക്കാല്. അപ്പൊ ആ കുഞ്ഞിക്കാല് എന്റെ കഴിവുകൾ മൊത്തം ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കണേ. ഇത് സക്സസ് ആയ ഈ വീഡിയോയിലിടും, ഇല്ലെങ്കിൽ റിജക്ട്. സക്സസ് ആവണം, അതിനാണ് ഞാൻ കുത്തിയിരിക്കുന്നത്. എന്റെ ഭർത്താവിന്റെ കഴിവുകളൊക്കെ തെളിയിക്കാനുള്ള ഒരു അവസരം. ഇതിലൊക്കെ ടാലന്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലേ. അന്ന് അമ്മയൊക്കെ ചെന്നൈയിൽ പോയപ്പോ കുക്കിങ്ങിലായിരുന്നു ടാലന്റ്. അവള് ഷോക്കായിട്ടേ പറഞ്ഞില്ലേ നീ. ഇത് എങ്ങനെ ഷോക്കാവും നമുക്ക് നോക്കാം. ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളു. ഇതില് പരാജയപ്പെട്ടിട്ടൊന്നും ഇല്ല. ഫസ്റ്റ് തന്നെ നല്ല രസമുണ്ട് കാണാനൊക്കെ. ഞാൻ വിചാരിച്ചു മോശമാവുന്നു, അങ്ങനെ എന്നെ മോശമല്ലാന്ന് തെളിയിച്ചിരിക്കുകയാണ് എൻ്റെ ഭർത്താവ്. ഇന്ന് തീരുവോ? സമയം 12 മണിയായി. ഞാൻ വിചാരിച്ചതിലും അപ്പുറം. ഇത് നോക്ക്, അതല്ല ഇതിന്റെ ഹൈലൈറ്റ് വേറെ ഒന്നാണ്. ബുദ്ധിപൂർവ്വം ചെയ്തിരിക്കുന്നു. നോക്ക്, സെലോ ടൈപ്പൊക്കെ ഒട്ടിച്ച്. ഞാൻ ഇത്രയ്ക്കും വിചാരിച്ചില്ല. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇത്ര ബുദ്ധിപരമായിട്ടൊക്കെ. ഇതൊക്കെ നിസ്സാരം. ആ തലചോർച്ചുള്ള അർത്ഥം മനസ്സിലായി എനിക്ക്. നിസ്സാരം കൊണ്ടാണ്. ആരുടെ? ശരി, തൂക്കം വരുതാ. 12 മണിയായില്ലേ. പക്ഷെ നീ എന്നെ ഉറക്കാണ്ട് വിട്ട് ചെയ്തില്ലേ. എവിടെ നിന്റെ കൈകൾ? സെഞ്ചത് പറയുന്നത് കമന്റിൽ പറയണം. எனக்குள்ள இவ்வளோ பெரிய ஆர்டிஸ்ட் இருக்கா? சரி, ஃபர்ஸ்ட் டைம் நான் பண்றேன். ஆனா நல்லா இருக்குல்ல. சொந்தங்களே, முதல் தடவையா நான் இது பண்றேன். அது எப்படி இருக்குன்னு நீங்களே கமெண்ட் பண்ணுங்க. ஃபர்ஸ்ட் டைம் பண்றதே இவ்வளோ நல்லா இருக்குல்ல. எப்படி
കുഞ്ഞാ ഡിസൈൻ പറഞ്ഞത് ഞാനാണ്. പറഞ്ഞുതരാൻ ആർക്കാ വയ്യാത്ത. ശരി, ഇനി 12 ആയി. നമുക്ക് കിടന്നിട്ട് രാവിലെ എണീറ്റിട്ട് ബാക്കി പരിപാടികൾ. എൻ്റെ കൈ ഞാൻ രണ്ടും കെട്ടിയിടും. ശരി, ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ് സ്വന്തങ്ങളെ. അതോ പിന്നെ താടിയൊക്കെ നരച്ചിരിക്കും. അയ്യോ, അവളെ വയസ്സൊന്നാകലെ ആണോ താടിയെല്ലാം നരച്ചു കണ്ടോ? എപ്പടി ഇരിക്കുന്നത് കല്യാണപ്പുടവയിലെ ഞാൻ തങ്കം. എനിക്ക് മാച്ചിങ് ഡ്രസ് ഒന്നും കിടയാതെ ഇന്നേക്ക് അത് വേണ്ടവരുണ്ടല്ലേ. ആ ശരി, അങ്ങനെ ഞങ്ങള് നീണ്ട ഇടവേളയ്ക്ക് ശേഷം യാത്ര അയക്കാൻ പോണ്. ഭയങ്കര സങ്കടമുണ്ട്. എൻ്റെ കണ്ണിലത് കാണുന്നുണ്ടോന്ന് അറിയില്ല. അല്ല, എപ്പോഴും അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ തിരിച്ചൊരു 10 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് വരുമല്ലോ എന്നുള്ളൊരു ഓരോ ദിവസം എന്താ ഞാൻ പോയി 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരും. അത് ചെറിയൊരു പ്ലാൻ. അത് ലഗേജ് ഫുള്ള് ഏറ്റാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ ലഗേജായിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. അതാണ് ട്വിസ്റ്റ്. എന്നാലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പ്രസവം വരിക്കാൻ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എനിക്ക് കാണാൻ തോന്നി ഞാൻ എന്ത് ചെയ്യും? പാലക്കാട് ഇവിടെയാണെന്ന് പറയുന്ന പോലെ എനിക്ക് കാണാൻ തോന്നി ഞാൻ എന്ത് ചെയ്യും? കുഞ്ഞാ വീഡിയോ കോളിൽ കണ്ടതാവോ? എന്താണ് ഇപ്പൊ എത്ര ഉണ്ട് ആലപ്പുഴ പറഞ്ഞ ഒരു ട്രെയിൻ കയറിയ 2-3 മണിക്കൂർ 4 മണിക്കൂർ എനിക്ക് വരികയാണ്. അപ്പം എന്തായാലും ചെറിയ വളകാപ്പൊന്നുമല്ല, നമ്മുടെ ഞങ്ങളുടെ ട്രഡീഷണൽ പറഞ്ഞാൽ പാലക്കാട്ടുകാരുടെ ട്രഡീഷണലായിട്ട് ഇതേപോലെ അണിഞ്ഞൊരുങ്ങുക, എല്ലാവരുടെയും കാല് പിടിക്കുക, സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളിവിടെ ടൈമിംഗ് ഉണ്ട്. ഞങ്ങൾ ഇറങ്ങാനുള്ള ടൈമിംഗ് ഉണ്ട്. 1:45 മുതൽ 2:45 വരെയാണ് ടൈമിങ്. അതിനുള്ളിൽ ഇവിടെ വീട്ടിൽ നിന്ന് എല്ലാവരും എൻ്റെ ജീവനും ഇറങ്ങുകയാണ്. ഇത് കഴിഞ്ഞാൽ ഫുള്ള് പ്രൈവസി ഉണ്ട്, എനിക്ക് എൻജോയ് ചെയ്യാം അല്ലേ? ഇല്ലല്ല, അയ്യോ, ഒരു ഫ്ലോയില് വന്നാണ്. ഒരു ഫ്ലോയില് വന്നാണ്. ചടങ്ങുകൾ കാണിക്കാതെ പറഞ്ഞാൽ വലിയ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഇല്ല. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുക, അങ്ങനെ കാല് പിടിക്കുക, ഇറങ്ങി ഗോ ടു ആലപ്പുഴ. എന്നെ വിട്ട് എന്താണ് പാട്ട്? ഞാനവിടെ പോയിട്ട് വണ്ടി കയറിട്ട് ഒരു ഉറക്കം. ഞാനിവിടെ നല്ല സുഖമായി ഉറങ്ങും ഒറ്റയ്ക്ക്. നീ എന്തോ പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ആയില്ലേ, പ്രൈവസി ആയില്ലേ. അപ്പോൾ സ്വന്തങ്ങളെ ഞങ്ങൾ പോയി. ഇനി വ്ളോഗുകളൊക്കെ കുറച്ച് കുറവായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും സെയിം ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് 2 ധ്രുവങ്ങളിലായിരിക്കും ഇനിയുള്ള വ്ളോഗുകൾ വരുന്ന. സർപ്രൈസ് വീഡിയോസ് എങ്ങൾക്കും എക്സൈറ്റ്മെന്റ് ആണല്ലേ. ആ എക്സൈറ്റ്മെന്റ് കംപ്ലീറ്റ് ഉங்களுக்கும் കാമിக்கிறேன். വെയിറ്റിംഗ് റെഡിയായിരിക്കും. ചാടറൊക്കെ റെഡിയായിരിക്കും. അത് കാണിച്ചില്ല, ഇതാ ഇന്നലെ കാണിച്ചില്ല വീഡിയോയില്. ഇതാണ്ടാ ഡാഡ് ടു ബി മോം ടു ബി എന്നോട് പ്രിപ്പറേഷൻ. ലെഫ്റ്റ് കാല് റൈറ്റ് കാല്. കുഞ്ച ഇവിടെ ലെഫ്റ്റ് കാല്. ആർട്ടിസ്റ്റ്. അപ്പോൾ ആര് ഡിസൈൻ കാണിച്ചു തന്നെ? എന്നെ കാണിച്ചു തന്നു. ഡിസൈൻ കാണിച്ചു തന്നു. കാണിച്ചു തരാൻ ആർക്കും ഗൂഗിളിൽ അടിച്ചിട്ട് സെർച്ച് ചെയ്യാൻ ആർക്കും വയ്യ. പക്ഷെ അത് അതുപോലെ ആക്കി തന്നില്ലേ, അതാ കഴിവ്. പിന്നെ എനിക്ക് വേണ്ടി ചെയ്തു തന്നു. ഞാൻ പോവല്ലേ, ഇതെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ പറഞ്ഞിട്ട്. എന്നാ കുഞ്ഞാ പുതിയ ശീലങ്ങളൊക്കെ മറ്റേ പാട്ട് പാട്. കൊട്ടാപ്പാക്കും കൊളന്ത് വെത്തലയും വേണ്ട കുഞ്ഞാ, നമ്മുടെ കുഞ്ഞാവയ്ക്ക് എഫക്ട് ചെയ്യുന്നതൊക്കെ ഡോണ്ട് ആഗ്രഹം. നീ നല്ല ரொம்ப அழகா இருக்க. നീ കണ്ണു വയ്ക്കാൻ ഒരു കുത്തിട്ടെ.
ഇവിടെ വെയിലടിക്കണമെന്ന് വെച്ചാൽ കുറെ കഴിഞ്ഞാൽ അവിടെ ചാരി ഇരിക്കാൻ സീറ്റാക്കിയിട്ട് ഇല്ല വണ്ടി ഓടുമ്പോൾ അത്ര